ഒരു പുതിയ സെൽറ്റോസ് കിയ നോക്കുന്നുണ്ടെങ്കിൽ വന്നോളി. 5 ലക്ഷം റുപ്യ ഓൺ റോഡ് റൈറ്റിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട്. ഒരു ഫുൾ എമൗണ്ട് കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. അതും കസ്റ്റമർ ഡിപ്പെൻഡ് ആട്ടോ. നമ്മൾ എല്ലാവർക്കും പറയുന്നില്ല. നല്ല പ്രൊഫൈൽ ഉള്ള ഒരു കസ്റ്റമർക്ക് ഇത് ഫുൾ എമൗണ്ടിൽ ചെയ്യാൻ പറ്റും. 2018 ടിഗോർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 3 സ്വിഫ്റ്റ് വീഡിയോയിലെ വിലക്ക് ഒരു 2011 മോഡല് കേരള വണ്ടി BMW X1 തരും. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മളെ കോഴിക്കോട് പാങ്ങാട് മൊമോഖാന്റെ സെക്കൻഡ് ചോയ്സിലാണ്. മാർച്ച് 8 അവസാനത്തെ വീഡിയോ. അതിനുശേഷമുള്ള ഏപ്രിൽ ആദ്യത്തെ വീഡിയോ ആണ്. വിഷു ഓഫർ, റംദാൻ ഓഫർ, റംദാൻ അല്ല ഈദ് ഓഫർ. കാരണം പെരുന്നാൾ ഏകദേശം എത്തിയിട്ടുണ്ട്, നോമ്പ് കഴിഞ്ഞു. ഓഫറിനകത്തുള്ള വണ്ടികൾ എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് പരിചയപ്പെട്ട് കൊടുക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു 15,000 ആൾക്കാരും കൂടെ എത്തുന്ന 14,500 ആൾക്കാരും കൂടെ എത്തുമ്പോഴേക്കും ഒരു കാർ ഗിവ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനകത്ത് പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ചെറുതുനിന്ന് വലുതിലേക്ക് പോവാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇയോണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് എല്ലാ വണ്ടിക്കും ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളിന്റെ സ്റ്റോക്കാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി മാർച്ച് 8 ചെയ്ത ഒരു സെയിൽ രീതിയിലാണ് നമ്മൾ ലോ ബഡ്ജറ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വണ്ടിയും ഒരൊറ്റ ദിവസം ഒരു 10 ഡേയ്സ് മുന്നേ ഇൻഫോം ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു 2 കാറ്റഗറി ആയിട്ടാണ് ഇനി നമ്മൾ ഇവിടെ വണ്ടി ചെയ്യുന്നത്. നമ്മൾ കാരണം നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അഡീഷണൽ റൈറ്റ് കുറവിൽ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. അവരിലേക്ക് ഇൻഫർമേഷൻ പോകുന്നതിന് മുന്നേ തന്നെ വണ്ടി ഇവിടെ സെയിലായി പോകും. അപ്പോൾ അവർ വന്ന് നോക്കും, വണ്ടി ഉണ്ടാവില്ല. വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ വണ്ടി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു ഒറ്റ പ്ലാറ്റ്ഫോം ആക്കിയിട്ട് നമ്മൾ ഇതായിട്ട് വരും. ഒരു 2012 മുകളിലുള്ള വണ്ടികൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ ലോ ബഡ്ജറ്റ് നമ്മൾ കാണിക്കുന്നില്ല. അപ്പം 2017 മോഡല് ഇയോൺ ഇറ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. അത് 800 cc വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 34,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2,25,000 വണ്ടി തരാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല. വണ്ടി പക്ക കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. 34,000 ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു 2017 ഓൾമോസ്റ്റ് ഒരു 2 ഫുൾ ലോൺ തന്നെ കയറാൻ പറ്റും. പറയുന്നില്ല, എല്ലാവരും പേപ്പർ ആയിട്ട് വരും. അപ്പം എന്തായാലും ഇനിഷ്യൽ പേയ്മെന്റ് കാണാം. നിങ്ങളെ ട്രാക്ക് അനുസരിച്ചിട്ട് ഫുള്ള് കയറാതിരിക്കാം. അത് വണ്ടിയും കസ്റ്റമർ ഡോക്യുമെന്റ്സും ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ വണ്ടിയുടെ പ്രൊഫൈൽ വെച്ചിട്ട് കിട്ടേണ്ടതാണ്. 2017 രണ്ടേകാലൊക്കെ നമ്മൾ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫുൾ ലോൺ ആയിട്ട് വരും. ചിലപ്പോൾ അവർക്ക് ലാൻഡ് ടാക്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ റെന്റിലായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കുറെ കംപ്ലൈന്റ് വന്നു. അപ്പൊ 17 ഇയോണ് 2,25,000. 2,25,000. ഓക്കെ. അടുത്തത് ടാക്സി വരുന്നത് 2015 ആണ്. ഇതും ചാൻസ് റൈറ്റ് ആണ്. 1,75,000 88,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇറാ പ്ലസ് ആണ് വണ്ടി വരുന്നത്. ഇതിനും എനിക്ക് തോന്നുന്ന ലോണ് ഓൾമോസ്റ്റ് ഇതിന് ഒരു 1,60 ലോൺ കയറേണ്ടതാണ്. അപ്പോൾ ഒരു 15 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിലൊക്കെ ഇത് ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാം. 800 cc തന്നെയാണ് ഇയോൺ ഇറാ പ്ലസ് അല്ലേ? 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇയോൺ 2015. ഗ്ലാസ് ക്രാക്ക് ഉണ്ട്, നമ്മൾ റീപ്ലേസ് ചെയ്തില്ല. ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. 1,75,000 2015 തരാം. അടുത്തത് 2012 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,65,000. എനിക്ക് ഇതിനും തോന്നുന്നു 1.5 വരെ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. 2012 വണ്ടി. 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് 800 cc. 12 800 cc അല്ലേ ഉള്ളൂ? 800 cc ആണ്. 2012 800 cc ആണ്. ഓക്കെ. ഗ്രാൻഡ് ഐറ്റൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഡീസൽ ആണ്. ഡീസൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, മൈലേജ് ചാമ്പ്യൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് 1,00,000 പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. 2017 ഡിസംബറിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത്. ഒരു ലോൺ തന്നെ മാക്സിമം അതിന് 3.5 ലക്ഷം വരെ ലോണ്, 3.5 മുകളിൽ തന്നെ ലോൺ കയറാൻ ചാൻസ്. സ്പോർട്സ് ആണ്. 2017 മോഡല് സ്പോർട്സ്. ഡ്യുവലർ ബാഗ്, അതേമാതിരി തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. 20 പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്നുണ്ട്. 3.5 മുകളിൽ തന്നെ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. 3,95,000. 3,95 ഫിക്സഡ് റേറ്റ് ആണ്. ലോണൊക്കെ 3.5 ലോൺ 3.60 3.70 ലോൺ തന്നെ കയറും. അപ്പോൾ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത വാഗണർ. നെക്സ്റ്റ് 2012 വാഗണർ VXI 74,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2.5 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. ഫുൾ ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ, AC പോസ്റ്റർ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന VXI എന്നുള്ള വേരിയന്റ്. മാനുവൽ ആണ്. മാനുവൽ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 2,50,000 വരാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഇതിന് 2 വരെയൊക്കെ കയറേണ്ടതാണ്. 2 ലക്ഷം റേഞ്ചിൽ ലോൺ കയറും അല്ലേ? ലോൺ കയറണം. ഓക്കെ. നെക്സ്റ്റ് 2013 മോഡല് സ്വിഫ്റ്റ് ഡീസൽ. ഡീസലിൽ 2013 BDI ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ലോക്കാണ്. 1 പുറത്ത് ഓടിയിട്ടുണ്ട്. 3,55,000 വണ്ടി വരാം. ഓക്കെ. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ്.
ഓക്കെ 3.55 അല്ലേ? 3.55. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോണ് സ്വിഫ്റ്റ് ഡീസൽ എന്തായാലും ഒരു 3 lakh ഒക്കെ വരെ ലോൺ അവൈലബിൾ ആണ് ഇതിന്. ഓക്കെ. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എന്തിനാണ് 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? സെയിം എഞ്ചിൻ വരുന്ന 2013 സെക്കൻഡ് ഓൺഷിപ്പ് 82,000 കിലോമീറ്റർ ഓടിയ ഡീസൽ BD എന്നുള്ള വേരിയന്റിൽ 82,000 ജെനുവിൻ കിലോമീറ്റർ നോക്കാം. കറക്റ്റ് കിലോമീറ്റർ ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണിത്. ഓക്കെ. 3,30,000. 3.30. VD എന്ന് പറയുന്ന നേരം AC പോർഷൻ 4 ഡോർ പവർ വിൻഡോസ് ഇങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. റിറ്റ്സിന് ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? 2013 ഫണ്ടിങ് കുറവായിരിക്കും. 2.5 വരെ ലോൺ. 2.5 ലോൺ ടു റേറ്റ് എത്രയായിരുന്നു? 3.30. ഓക്കെ. അടുത്തത് 2013 i20 മാഗ്ന ഡീസൽ ആണ്, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്, 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,90,000 വരാം. 2.5 വരെ ലോൺ അവൈലബിൾ ആണ്. ഓക്കെ. 290 i20 അല്ലേ? i20 ഡീസൽ ആണ്, 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും, ടർബോ. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റ് ആണ്, ഡീസൽ ആണ്. മൈലേജ് എന്തായാലും ഒരു 18-20 ഉള്ളിലായിട്ട് മൈലേജ് വരും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എയർ ബാഗ് ഒന്നും വരുന്നില്ല മാഗ്നയെ കൊണ്ട്. ഫുൾ എമൗണ്ട് കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. അതും കസ്റ്റമർ ഡിപ്പെൻഡ് ആട്ടോ. നമ്മൾ എല്ലാവർക്കും പറയുന്നില്ല. നല്ല പ്രൊഫൈൽ ഉള്ള ഒരു കസ്റ്റമർക്ക് ഇത് ഫുൾ എമൗണ്ടിൽ ചെയ്യാൻ പറ്റും. 2018 ടിഗോർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എക്സെറ്റ് ആണോ അത്? എക്സെറ്റ് LIS കാണുന്നുണ്ട്, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. 3,75,000 നമ്മൾ റേറ്റ് വരുന്നത്. അത്ര തന്നെ ഫിനാൻസ് നല്ലൊരു ഫയലാണ്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എല്ലാവരും കയറിക്കോണമെന്നില്ല. സിവിൽ സ്കോർ ഡിപ്പെൻഡ് ആണ്. നല്ലൊരു ട്രാക്കിൽ ഡ്യുവൽ എയർ ബാഗും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റൈസ് എല്ലാം വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ഇത്രയൊക്കെ ആയിരിക്കും. നല്ല വണ്ടി അത് ടിഗോർ. വണ്ടി നല്ല വണ്ടിയാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ്. അല്ല 1.2 തന്നെയാണോ ഡീസൽ വരിക? 1.2 അല്ല 1.5. 1.5 ആണോ വരുന്നത്? അത് അറിയുന്നവർ ഇത് കമന്റ് ചെയ്യുക. 3 സിലിണ്ടർ ആണെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്. ടിഗോറിന്റെ ടിയാഗോൻ ഡീസലിൽ വരുന്ന സെയിം എഞ്ചിനാണെന്നാണ് ഓർമ്മയിലുള്ളത്. അറിയുന്നവർ കമന്റ് ചെയ്യുക. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. എങ്ങനെയായാലും 20ന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. 1.5 ആണെങ്കിലും അല്ലെങ്കിലും 20ന്റെ പുറത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട് ടാറ്റയിൽ. 2017 മോഡല് വോക്സ്വാഗൻ എമിയോ 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ എമിയോ. മെയിൻ്റനൻസ് കുറവായിരിക്കും. വേരിയന്റ് ഏതാ വരുന്നത്? വണ്ടി ഇത് കംഫർട്ട് ലൈൻ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ഇത് 1.2 അല്ലേ വരുന്ന? നോക്കാം. 1.2 15 റേഞ്ചിൽ ഡീസൻ്റ് ആയിട്ട് മൈലേജ് കിട്ടേണ്ടതാണ് എമിയോല്. നിലവിലെ കണ്ടീഷൻ അത് എമിയോ അത്യാവശ്യം പ്രീമിയം വണ്ടിയാണ്. അത്യാവശ്യം നല്ല വലിയൊരു ബഡ്ജറ്റിലും വരുന്നുമില്ല. പക്ഷെ അതേ സമയത്ത് സെയിം പോളോ തന്നെ ഡിക്കി സ്പേസ് ഉണ്ടെന്നുള്ളൂ. കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ചെറിയൊരു 4,25,000 2017 എമിയോ തരാം. ലോണൊക്കെ എത്ര കയറുന്നുണ്ടാവും? ലോൺ ഇതിന് 3.5 വരെ ലോണും ചെയ്തു തരാം. 3.5 ലോണ് കയറും. അടുത്തത് 2015 മോഡല് ഡിസയർ ZXi സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഫുള്ളോട് വണ്ടി. ന്യൂ ഷേപ്പ് ഡിസയർ ആണ്, പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എഞ്ചിനൊക്കെ ഓക്കെ ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 2 റീപ്ലേസ്മെന്റ് ഇതിൽ കാണുന്നുണ്ട്. അത് ഹിസ്റ്ററി നോക്കിയപ്പോൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആണ്. ചില ഒരു ക്ലെയിം ഉള്ള മാരുതി ഇൻഷുറൻസ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഫുൾ ക്ലെയിം കൊടുത്തപ്പോൾ കമ്പനിയിൽ നിന്ന് മാറ്റിയാന്ന് പറയുന്നത്. അല്ലാതെ എഞ്ചിൻ സൈഡ് ഗ്യാരണ്ടി ആണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. റേറ്റ് എത്ര? റേറ്റ് 4,25,000. 4,25,000 2015 ലോണ് 3,90 വരെ 3,75 to 90 വരെ ലോണും കയറുന്ന വണ്ടി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ടിയാഗോ ഡീസൽ കാണിച്ചു തരാം. ടിയാഗോ ഡീസൽ. ഇതും ആ ഡീസൽ വണ്ടി നമ്മൾ 3,75,000 ഇതും തരാം. നമ്മൾ ഓട്ടോമാറ്റിക് കഴിച്ചിട്ടുള്ള എല്ലാ വണ്ടിയും സെയിം റേറ്റിലാണ് വരുന്നത്. 3,75,000. 2018 ആണ് എക്സെറ്റില്. ഇത് മാത്രമാണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. 3,75,000 തരാം. 3 സിലിണ്ടർ എഞ്ചിനാണ് ഡീസലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. 20ന്റെ പുറത്ത് 24 വരെയൊക്കെ മൈലേജ് യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. എക്സെറ്റ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ് നമുക്ക് വണ്ടി. ഓക്കെ. ആ സൈഡ് ഓപ്പൺ ആണ്. എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ് വരുന്നുണ്ടല്ലേ? സിംഗിൾ എയർ ബാഗ് അല്ല, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? ഡീസലാണ്, മൈലേജ് ഉണ്ട്, അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് ഉണ്ടാവാം. അല്ല നിലവിൽ വണ്ടി പ്രസന്റ് കുഴപ്പമൊന്നുമില്ല. പെട്രോളിനെ അപേക്ഷിച്ചിട്ട് ഇതിനാണ് മെയിൻ്റെനൻസ് കൂടുതലുണ്ട്. മൈലേജും ഉണ്ട്. മറ്റേതിന് 13-15 കിട്ടുന്നേരം ഇതിന് 20ന്റെ പുറത്ത് എങ്ങനെയാലും കിട്ടുന്നുണ്ട്. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ അതും 3.5 വരെ ലോൺ ചെയ്തു തരാം. 3.5 ലോണ്, 3.25 റേറ്റ്. നമ്മളെ പെട്രോൾ എല്ലാം സെയിം റേറ്റിൽ. ഓക്കെ. അടുത്തത് 2016 ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്, 64,000 കിലോമീറ്റർ ഓടിയ എക്സെറ്റ് ടിയാഗോ പെട്രോൾ. മാനുവലാണ്, 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിന്. 13, 15, 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. 17 കമ്പനി പറയുന്നത്. ഇത് 3.25 തരാം. 3.5 വരെ ലോൺ ചെയ്തു കേട്ടോ. 25 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന
3 ടിയാഗോ ഇവിടെ ഉണ്ട്. 3 അല്ല 4 ടിയാഗോ ഉണ്ട്. അതിൽ ഡീസലാണ്. ഓക്കെ, 3.25. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് 2018 ടിയാഗോ. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 5.8. അതെ, XT എന്നുള്ള പേരുണ്ട് കേട്ടോ. ഇതും 3.25 ഇതും തരാം. ഇതും ലോണ് മാക്സിമം 3.5-3.60 ലോൺ ചെയ്ത് തരാം. ഒരു ഇനീഷ്യൽ പേയ്മെന്റ് നല്ല ട്രാക്കുള്ള ഒരാൾക്ക് 15-25 ആ റേഞ്ചിലൊക്കെ ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്, ലോണ് ചെയ്തുതരാം. ഓക്കെ. 2017 XM ഇത് 1.2. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടിയാഗോ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതും 3.25 ചെയ്തു തരാം. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇതും പെട്രോൾ. HM എന്നുള്ള വേരിയന്റ് അല്ലേ? 2015 മോഡൽ എത്തിയോസ് ലീവ GD. കേരള ആണോ? കേരള നമ്പർ ആയ വണ്ടിയാണ്. 5 വർഷത്തോളമായി കേരളത്തിലുണ്ട് വണ്ടി. ഓക്കെ. ഒരു തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ RC എടുക്കുന്നത്. 1.38 കിലോമീറ്റർ ഓടിയത് വണ്ടി. ഇതിന് 3,90,000 വരെ ലോൺ അവൈലബിൾ ആണ്. ഞങ്ങളെ റേറ്റ് വരുന്നത് 4,45,000. 4,45,000 വെഹിക്കിൾ വരുന്നത്. നിലവിലുള്ള കണ്ടീഷനൊക്കെ റീവണ്ടിയാണ്. വണ്ടി പക്ക, എഞ്ചിനൊക്കെ ഓക്കെയാണ്, വിഷയമൊന്നുമില്ല. ശരി, വീണ്ടും ഒരു ഫുൾ ഓപ്ഷൻ പോളോ തന്നെയാണ്. 2017 സെയിം പെട്രോൾ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, ഹൈലൈൻ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റെഡ് മുത്ത് പോളോ അല്ലേ? കിലോമീറ്റർ വരുന്നത് 43,000. ഇതും കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. നേരെ വിളിക്കുന്ന ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. സർവീസിൽ വിളിക്കുക, നേരെ ഇവിടെ പോര്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഏകദേശം മുന്നേ പറഞ്ഞ പോലെ തന്നെ 15 മൈലേജ് ഉണ്ടാവും. ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്. അതേമാതിരി തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലോ വീൽസ് ഫുൾ ഓപ്ഷൻ അതിനെക്കൊണ്ട് വരുന്നുണ്ട്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? 2017 5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. 5 ലോൺ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 6,10,000. 6.10 2017 പോളോ ഹൈലൈൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് സാൻഡ്രോ ആണ്. 1.1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ ആണോ? 1.2 1.2. ഓക്കെ, കപ്പ എഞ്ചിൻ തന്നെ അല്ലേ? പഴയതാണ് 1.1 അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 53,000 കിലോമീറ്റർ ഓടിയ സാൻഡ്രോ ഓട്ടോമാറ്റിക്. 2018 വണ്ടി വരുന്നത്. AMT ഗിയർ ബോക്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ് വരുന്നുണ്ട്. ഒരു പുതിയൊരു ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. 4,65,000 വരുന്നത്. 4,65 വണ്ടിക്ക് റേറ്റ്. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ഇതിനൊരു 3,90,000 വരെ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 3,90,000 ലോൺ കിട്ടുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അടുത്തത് 2017 മോഡല് വാഗ്നർ VXI ഓട്ടോമാറ്റിക് ആട്ടത്. K സീരീസ് എഞ്ചിനും ട്രാൻസ്മിഷനും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 52,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. മാനുവലിന്റെ റൈറ്റിന്റെ നിയറസ്റ്റ് തന്നെ ഇതിന് വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് 2017 എയർ ബാഗ് ഒന്നും വരുന്നില്ല. പക്ഷേ AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. മൈലേജ് ഏകദേശം 13-15 റേഞ്ചിലൊക്കെ തന്നെ വരുന്നുണ്ടാവും. വാഗ്നറിന്റെ അതെ, നമ്മളെ മാനുവലിനെക്കാട്ടി 2 കിലോമീറ്റർ കുറയും. എന്തായാലും ഓട്ടോമാറ്റിക്കിന് വരുന്നതാണ്. അതെ. റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോൺ 45,000. ലോൺ എന്തായാലും ഒരു 3.80-3.90 ഇതിനും ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ 2017 XZ എന്നുള്ളത് 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. വണ്ടി അലോയ്സ്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽറ്റ് സെറ്റ് എല്ലാം വരുന്ന വണ്ടി. 53,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോള് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് എത്രയാ? 4,45,000. 4,45. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഇതിനും 3,90,000 4 അടുത്ത് ലോൺ ചെയ്തു. സ്വിഫ്റ്റ് വീഡിയോയുടെ വിലക്ക് ഒരു 2011 മോഡല് കേരള വണ്ടി BMW X1 തരാം. 1,29,000 ഓടിയ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. ലോണ് കൊടുത്തു നോക്കാം എത്രയാണെന്നുള്ളത്. 3-4 കിട്ടുമോ നോക്കാം. നമ്മൾ കസ്റ്റമർ പ്രൊഫൈൽ ഡിപ്പെൻഡ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 6.5 ലക്ഷം വരും കേട്ടോ. 6.5 ലക്ഷം രൂപയ്ക്ക് 2011 X1. ഓണർഷിപ്പ് എത്രയാ? അത് ഓണർഷിപ്പ് 5th ഇപ്പോൾ ഉള്ളത്. ഓക്കെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന അന്നത്തെ X1 അല്ലേ? ഡീസലില് ഏകദേശം ഒരു 15-ന്റെ ഒക്കെ മുകളിൽ എന്തെങ്കിലും കിട്ടില്ലേ? ഡീസലിൽ മൈലേജ് 10-15 ഓക്കെ. നിലവിൽ എന്താ കണ്ടീഷൻ? വണ്ടി പ്രസന്റ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. റണ്ണിങ് ഒക്കെ നല്ല കംഫർട്ടാണ്. സ്മൂത്താണ്. ഓക്കെ. നമുക്ക് അടുത്തത് വരുന്നത് പോളോ ഫാൻസിന് പറ്റിയൊരു വണ്ടി.
ഹൈലൈൻ ആണോ അത്? LOIs കാണുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി ഹൈലൈൻ ആണ്. 2019 മോഡല്, 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കറക്റ്റ് പക്ക ഹിസ്റ്ററിയുള്ള വണ്ടി കേട്ടോ. 2019 അല്ലേ? യെസ്. റേറ്റ് എത്ര വരുന്നത്? 7,15,000 തരാം. ഇതിന് ലോൺ തന്നെ 6,70,000 ലോൺ അവൈലബിൾ ആണ്. 6-7 ലോൺ കിട്ടും. 45 റേഞ്ചിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും. പെട്രോള് 1.2 ആണോ അത് 1 ലിറ്റർ ആണോ? അത് 1.2 ആണ്. 13, 15, 16 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. അടുത്തത് 2017 മോഡല് W10 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് HCV 500. 17 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. അത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് നോക്കാം? 132. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്. 11,60 വണ്ടിന്റെ റൈറ്റ് വരുന്നത്. ഈ വെഹിക്കിളിന് ഇൻഷുറൻസ് ID വരുന്നത് തന്നെ 12.5 ഉണ്ട്. നല്ലൊരു പായലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ ഓൺ തന്നെ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി കേട്ടോ. ഓക്കെ. മഹീന്ദ്രന്റെ അസിസ്റ്റ് ഉണ്ടാവും. ഏകദേശം 13, 15 റേഞ്ചിലൊക്കെ ഡീസലിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. മാനുവല് ഇരുന്നേരം 10 മുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഡ്രൈവിംഗ് പോലെ. അടുത്തത് വെന്യൂ ഡീസലാണ്, മൈലേജ് ഉള്ളൊരു പ്രൊഡക്റ്റ്. 2019 SX എന്നുള്ള വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഓക്കെ. ഇതും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. 7 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. വണ്ടിന്റെ റൈറ്റ് വരുന്നത് 8.5 ലക്ഷം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുന്നത്? ഇതും സൺറൂഫ് വരുന്ന SX ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. SX ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഈ 1.37 ഓടി എന്നുള്ളത് ഫുൾ കറക്റ്റ് കമ്പനി സർവീസ് അപ്ഡേറ്റഡ് ആണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. 20 പുറത്ത് മൈലേജ് കിട്ടും. മൈലേജ് വരും, 20 തന്നെ കിട്ടും. ഓക്കെ. അടുത്തത് പറഞ്ഞ നമുക്ക് 2017 SX ഓപ്ഷണൽ 1.6 എഞ്ചിൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. ഫ്ലൂയിഡിങ്ങിന് ശേഷം വരുന്ന പറഞ്ഞാൽ 19 ആകെ ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ 19,000 കിലോമീറ്റർ ആകെ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. SX ഓപ്ഷണൽ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലേ വരുന്നത്? യെസ്. പെട്രോൾ വേരിയന്റ്. പെട്രോൾ ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നീറ്റ് ആണ്, എടുക്കുന്ന ആകെ ധൈര്യമായിട്ട് എടുക്കാം. ഓപ്ഷണൽ ആണ്. 6 എയർ ബാഗ് വരില്ലേ? വെർണ SX SS ഓപ്ഷനിൽ 6 എയർ ബാഗ് വരും. ഉണ്ട്. പില്ലറിന് മുകളിലുണ്ട്. 7 ലക്ഷം 7 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി ഇല്ലെന്നുള്ളൂ, പക്ഷേ പക്ക ക്വാളിറ്റി പീസാണ്. വാറണ്ടി ഞങ്ങൾ തരണോ? തരുമോ? 30 രൂപ അധികം ഞങ്ങൾ 6 മാസം വാറണ്ടി തരാം. 30,000 രൂപ എക്സ്ട്രാ തരികയാണെങ്കിൽ 6 മാസം എന്തിനൊക്കെ വാറണ്ടി വരും? എഞ്ചിൻ തരാം. ഓക്കെ. 2021 മോഡല് SX തന്നെയാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഇതും പെട്രോൾ വെഹിക്കിളാണ്. 45,000 ആകെ കിലോമീറ്റർ ഓടിയ സൺറൂഫ് വരുന്ന വണ്ടി കേട്ടോ. പെട്രോൾ പറഞ്ഞ 10,70,000 ആണ്. അതിന് 10 വരെ ലോൺ ചെയ്തു തരാം. 70 രൂപ ഉണ്ടെങ്കിൽ ഒരു സെഡാൻ പ്രീമിയം വണ്ടി സ്വന്തമാക്കാം. 2021 സിംഗിൾ ഓണർഷിപ്പ്, 45 കിലോമീറ്റർ ഓടിയ ധൈര്യമായിട്ട് എടുക്കാം. ഇതിന് വാറണ്ടി വേണമെങ്കിൽ അതും തരാം. ഓക്കെ. ഏകദേശം 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? 11-13 റേഞ്ചിലായിട്ട്. ഇപ്പോൾ വരുന്ന 2021 വണ്ടി എന്ന് പറയുന്നത് 24 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും. 7 മാസം വരെ എന്തായാലും കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതായത് 3 മാസം 3-4 മാസം ഇനി വാറണ്ടി ഉണ്ടാവും. ഓക്കെ. ഇതിന് റേറ്റ് 10,70. ഡൗൺ പേയ്മെന്റ് ലോൺ 10 ലക്ഷം വരെ ലോണും ചെയ്തു തരാം. ഓക്കെ. അടുത്ത് 2023 ഒരു പുതിയ സെൽറ്റോസ് കിയ നോക്കുന്നുണ്ടെങ്കിൽ വന്നോളി. 5 ലക്ഷം റുപ്യ ഓൺ റോഡ് റൈറ്റിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട്. 2023 മാർച്ച് മാസം ഇറങ്ങിയ വണ്ടിയാണ്. 1 വർഷം ആയിട്ടുണ്ട്. ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. GTX പ്ലസ് പറഞ്ഞ ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോൾ ആണ്, സൺറൂഫ് വരെ വരുന്ന വണ്ടി. ഓക്കെ. ഇതിന് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. 16 ലക്ഷം നമ്മളെ റൈറ്റ് വരുന്നത്. ഇതിനൊരു 15-15.5 വരെ. വണ്ടി ഇറങ്ങുന്ന ടൈമിൽ വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ടാവും? 21 സംതിങ് വരുന്നുണ്ട്. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്നാ പറയുന്നത്. എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫ്രണ്ട് ക്യാമറ, പിന്നെ എന്താ പറയാ 70 മറ്റേ വ്യൂ കിട്ടുന്നു. 360 വ്യൂ. 70 എന്നൊക്കെ ഇപ്പൊ 70 മാറ്റ 360 വ്യൂ ഒക്കെ വരുന്നുണ്ടാവും. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. സെൽറ്റോസ് കിയ സെൽറ്റോസ് ലോണ് 15.25 ചെയ്തു തരാം. 15.25 ലോൺ വരുന്നത്.
അപ്പൊ ഈ ഒരു 10,000 കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് ഓടിയിട്ട് അതിന്റെ ഇടയിൽ എയർ ബാഗ് ചെക്ക് ചെയ്യുക ഒന്നുമില്ല കറക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ. അപ്പൊ നിലവിൽ 2026 വരെ വാറന്റി ഉള്ള വണ്ടിയാണ്. അതാണ് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറന്റി എടുത്തു കഴിഞ്ഞാൽ 28 വരെ വാറന്റി കിട്ടും. നമ്മളൊന്ന് വീഡിയോ നമ്മൾ ഹാപ്പിയാണ്. എന്തെങ്കിലും എക്സ്ട്രാ പറയാണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ ലോൺ കയറുന്ന ഒരു 35 വെഹിക്കിളാണ് ഇതിൽ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത സ്കീം വരുന്നത് നമ്മൾ ശിവരാത്രിക്ക് ചെയ്ത മാതിരിയുള്ള ഒരു 1 ഡേ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരും മാസങ്ങളിലൊക്കെ എങ്ങനെ ആയിരിക്കും 1 മന്ത് ഒരു ലോ ബഡ്ജറ്റ് വെച്ചിട്ട് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡേ. നിരാശകരാകണ്ട. യെസ്, ഈ വീഡിയോയിൽ വന്നാൽ കാണുന്നത് നമ്മൾ അവിടെ ഇല്ല, വണ്ടി ഇല്ല, ലോ ബഡ്ജറ്റ് ഇല്ല എന്നില്ല. നമ്മളിപ്പോൾ ഉള്ള വില മോഡൽ കൂടി വണ്ടികൾക്കുള്ള വിലകൾ ആണ്. അത് നിങ്ങൾക്ക് പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്യാം. എന്നാലും നമ്മൾ അതിൽ ബെറ്റർ ആയിട്ടുള്ള ഇത്രയും കുറവിൽ സ്പെഷ്യൽ കുറവുള്ള വണ്ടികൾ ഇതിലില്ല. മീൻസ് നമ്മൾ അത് സ്പെഷ്യൽ സെയിലായിട്ടാണ് ഇനി മുതൽ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇവിടെയുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. കാറ്റലോഗിൽ കാര്യങ്ങളെല്ലാം ഇവർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവരെ വിളിച്ചിട്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. വെറുതെ പറയണം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ്. അഡിയോസ്.